ഇന്നത്തെ എൻ്റെ ക്ഷേത്ര ദർശനം എൻ്റെ സ്വന്തം നാട്ടിലെ ക്ഷേത്രത്തിലേക്കാണ്. മരുത്തോർവട്ടം ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലേക്ക്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ മരുത്തോർവട്ടം ശ്രീ ധന്വന്തരി ക്ഷേത്രം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മരുന്നൊരു വട്ടം എന്ന് പറഞ്ഞത്രേ മരുത്തോർവട്ടം എന്നായത്. മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ഒന്നായ ശ്രീ ധന്വന്തരി മൂർത്തിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പടിഞ്ഞാറ് ദിക്കിലേക്ക് നോക്കിയിരിക്കുന്ന ധന്വന്തരി പ്രതിഷ്ഠയുടെ തെക്കു ഭാഗത്തായി ഗണപതി, ഭഗവതി, ശാസ്താവ് തുടങ്ങിയവരുടെ പ്രതിഷ്ഠകളുണ്ട്. വടക്കു ഭാഗത്തായി ശിവഭഗവാന്റെയും പ്രതിഷ്ഠയുണ്ട്. ചുറ്റമ്പലത്തിന് പുറത്ത് നാഗദൈവങ്ങളെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഉദര സംബന്ധമായ അസുഖങ്ങളും മറ്റു വ്യാധികളും ഒക്കെയുള്ളവരാണ് നാനാദേശങ്ങളിൽ നിന്ന് ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ഈ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന മുക്കുടിയും വർഷത്തിൽ 2 തവണ മാത്രം ലഭിക്കുന്ന താൽക്കറിയും ഒക്കെ ഉദര സംബന്ധമായ അസുഖങ്ങൾ ഭേദമാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. മരുത്തോർവട്ടം ധന്വന്തരി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെ ധന്വന്തരി ഭദ്രയുടെ പ്രതിഷ്ഠയുള്ള ഒരു കുഞ്ഞമ്പലം കൂടെ ഉണ്ട്. ധന്വന്തരി മൂർത്തിയെ തൊഴാൻ വരുന്നവര് ധന്വന്തരി ഭദ്രയും കൂടി തൊഴണമെന്നാണ് വിശ്വാസം. റോഡിനപ്പുറത്തായതുകൊണ്ട് പലരും ഇത് അറിയാതെ പോകുന്നുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിലേക്ക് ഇനി വരുന്നവർ ശ്രദ്ധിക്കുക. ഈ ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തെ റോഡിന് തൊട്ടപ്പുറത്തായി കാണുന്ന ഒരു കുഞ്ഞു ക്ഷേത്രം ധന്വന്തരി ഭദ്രയുടെ ക്ഷേത്രമാണ്. മേടമാസത്തിൽ നടക്കുന്ന ഉത്സവം അതിഗംഭീരമാണ്. പിന്നെ കർക്കിടക മാസത്തിലെ താൽക്കറി, കുംഭവാവ്, അങ്ങനെ ഒരുപാട് വിശേഷ ദിവസങ്ങളുണ്ട്. എങ്കിലും വ്യാഴാഴ്ചയാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത്. അന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നു. അത് മാത്രമല്ല മലയാള മാസാദ്യ വ്യാഴാഴ്ചയാണ് മുക്കുടി ലഭിക്കുക. അതുപോലെ തന്നെ പേശീവേദന, കൈകാൽ മുട്ടുവേദന അങ്ങനെയുള്ള അസുഖങ്ങൾക്കുള്ള അട്ടയും കുഴമ്പും മറ്റൊരു പ്രസാദമാണ്. ആ പ്രസാദം വാങ്ങാനും നാനാദേശങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വരുന്നു, പ്രാർത്ഥിക്കുന്നു. അവരുടെ അസുഖങ്ങൾ ഭേദമാക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുള്ള സത്യങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് അവിടെയൊക്കെ പോയി ഒന്നുകൂടെ തൊഴുത് വൈകിട്ട് ഒന്ന് റിലാക്സായി സമാധാനത്തോടുകൂടി വീട്ടിലേക്ക് തിരിച്ചു വന്നു. ക്ഷേത്രത്തെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.